അർഹമായ കേന്ദ്രവിഹിതം നിഷേധിക്കപ്പെട്ടിട്ടും സംസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ കുറവ് വന്നിട്ടില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ് ഗുരുവായൂർ നഗരസഭയുടെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സാമ്പത്തിക ബന്ധങ്ങളിലെ അസന്തുലിതാവസ്ഥ കാരണം കേന്ദ്ര നയങ്ങൾ മൂലം GSTയുടെ കോമ്പൻസേഷൻ നമുക്ക് കിട്ടാതെ വന്നു. GST വിഹിതം നമുക്ക് കിട്ടുന്നതിൽ കാലതാമസമുണ്ടായി. കേന്ദ്ര നികുതി വിഹിതം വെട്ടിക്കുറച്ചു, വായ്പാ വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചു. ഇതിന്റെയൊക്കെ ഫലമായി കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ വന്ന നഷ്ടം ഏതാണ്ട് വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതിൽ മാത്രം 1 ലക്ഷം കോടിയാണ്. 1 ലക്ഷം കോടിയാണ് 5 വർഷം. പിന്നെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം നികുതി വരുമാനം, സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത്ര ഞെരുക്കം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടും നമുക്ക് ഒരു വിധം പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ഈ ഞെരുക്കമൊക്കെ ഉണ്ടായിട്ട് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിച്ചുരുക്കിയില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും അത് 0.5% വീതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ശുപാർശയാണ് ഓരോ വർഷവും സംസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം 0.5% വർദ്ധിപ്പിക്കണം. ഗവൺമെന്റ് അംഗീകരിച്ച ശുപാർശയാണ്. അത് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും ഞെരുക്കവും ഉണ്ടായിട്ടും പിന്മാറാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അത് നിർവഹിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ കണക്കിലേക്കൊന്നും പോകുന്നില്ല. 5 കൊല്ലം കൊണ്ട് ആകെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത തുക നിങ്ങളുടെ നന്ദിയാണ് 70,000 കോടിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 70,000 കോടി രൂപ സംസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും 5% വെച്ച് വർദ്ധിപ്പിച്ചതായും ചൂണ്ടിക്കാട്ടി. വികസന രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. N.K. അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ പ്രൊഫസർ V.K. വിജയൻ, മുൻ നഗരസഭാ ചെയർമാൻ T.T. ശിവദാസൻ, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ A.M. ഷഫീർ, ശൈലജ സുധൻ, A.S. മനോജ്, ബിന്ദു അജിത് കുമാർ, A. സായിനാഥൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ G.K. പ്രകാശൻ, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് സംസ്ഥാന തലത്തിലുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു.